കേരളത്തിൽ നിന്നും ധാരാളം CPM നേതാക്കളും BJP-യിലേക്ക് വരുമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MT രമേശ്. കോൺഗ്രസിലെയും CPM-ലെയും അസ്വസ്ഥരായ നേതാക്കൾ BJP-യെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ്. കെ മുരളീധരനല്ല രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും. കോഴിക്കോട് മണ്ഡലത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ചാമ്പ്യനാകാൻ MK രാഘവൻ നോക്കേണ്ടതും MT രമേശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് NDA സ്ഥാനാർത്ഥി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇന്ന് പര്യടനം തുടങ്ങുന്നത് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് ആണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ? പ്രത്യേകിച്ച് BJP കോഴിക്കോട് പോലൊരു മണ്ഡലം A ക്ലാസ് മണ്ഡലമായി കാണുന്നില്ലെങ്കിൽ കൂടി എങ്ങനെയായിരിക്കും? കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം BJP-ക്ക് ഏറ്റവും സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. കാരണം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഞങ്ങൾ ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്നൊരു മണ്ഡലമാണ്. ഈ പ്രാവശ്യം രാജ്യം വ്യാപകമായിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊരു ജനവികാരം കോഴിക്കോടുമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായി കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലും കോഴിക്കോട് നഗരത്തിലും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിപുലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ വോട്ടായിട്ട് മാറും. മോഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ കോഴിക്കോട് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ കോഴിക്കോട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ MK രാഘവൻ പറയുന്നത് അദ്ദേഹം നടപ്പാക്കിയ പദ്ധതികളിൽ ഭൂരിഭാഗവും UPA സർക്കാരിൻ്റെ കാലത്ത് അനുമതി ലഭിച്ചതാണ്, പിന്നീട് അത് നടപ്പാക്കുന്നു. ഒപ്പം തന്നെ മോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പരിശ്രമം കൊണ്ട് ലഭിച്ച പദ്ധതികളാണ്, കേന്ദ്ര പദ്ധതികളാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ അത് നടപ്പാക്കാൻ മോദി സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു ആരോപണം അദ്ദേഹം. കോഴിക്കോട് മാത്രമായിട്ടൊരു വികസന പദ്ധതിയും വന്നിട്ടില്ലല്ലോ. രാജ്യത്തിലെ 300 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്ന പദ്ധതി നരേന്ദ്രമോദി ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം ഉണ്ടാകുന്നത്. ദേശീയപാത വികസനം 2016 നരേന്ദ്രമോദി സർക്കാർ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അത് കോഴിക്കോട് മാത്രമല്ല രാജ്യത്തിലെ എല്ലാ ദേശീയപാതകളും വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോടുമുള്ളത്. ആശുപത്രികൾക്ക് ആരോഗ്യരംഗത്തുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിൻ്റെ മോഡി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം 2015 ആരംഭിച്ച പദ്ധതിയാണ്. ഇതിലെവിടെയാണ് MK രാഘവന് റോള്? രാജ്യത്തിലെ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനമാണ്. അതിനൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. MK രാഘവൻ സ്വന്തം താല്പര്യപ്രകാരം എന്ത് വികസന പ്രവർത്തനമാണ് കോഴിക്കോട് കൊണ്ടുവരുന്നത്? നരേന്ദ്രമോദി രാജ്യത്തെമ്പാടും പ്രഖ്യാപിക്കുന്ന കൂടുതൽ കോഴിക്കോടും പ്രഖ്യാപിക്കും. അതല്ലാതെ കഴിഞ്ഞ 15 വർഷം MP ആയിട്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് രാഘവന് നേതൃത്വം കൊടുത്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? അദ്ദേഹം 5 വർഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിച്ചല്ലോ, ആ സമയത്ത് ഒരു വികസനം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ചാമ്പ്യൻ അങ്ങനെ MK രാഘവനാവേണ്ട. അതിന് നരേന്ദ്രമോദിയുടെ പാർട്ടിയുണ്ട്, നരേന്ദ്രമോദിയുടെ മുന്നണിയുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളോട് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ പൊതുവായ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു മണ്ഡലം തൃശ്ശൂരാണ്. പക്ഷേ അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ കെ മുരളീധരനെ വടകരയിൽ നിന്നും കോൺഗ്രസ് തൃശ്ശൂരിലേക്ക് മാറ്റുന്നു. അതിൻ്റെ സാഹചര്യം നമുക്കറിയാം. പത്മജ വേണുഗോപാൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരി BJP-യിലേക്ക് എത്തുന്ന സാഹചര്യം, കൂടുതൽ പേർ BJP-യിൽ എന്നും കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അല്ല, TN പ്രതാപൻ തോൽക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ മുരളീധരനെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മുരളീധരനെ നിയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് TN പ്രതാപനെ അവർ മാറ്റിയത്? അപ്പോൾ TN പ്രതാപൻ ദയനീയമായി 3-ം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു 2ാം സ്ഥാനമെങ്കിലും UDF-ന് വേണമെന്നുള്ളത് കൊണ്ടാണ് മുരളീധരനെ ആക്കിയത്. പക്ഷേ മുരളീധരൻ അങ്ങനെ പോയി നിന്ന സ്ഥലത്തൊക്കെ 3-ം സ്ഥാനത്തുമായിട്ടുണ്ട്. നേമത്തിന് അനുഭവമുണ്ട്. നേമത്ത് നേരത്തെ UDF ജയിച്ച മണ്ഡലത്തിൽ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി മുരളീധരൻ പോയിട്ടെന്തായി? മുരളീധരൻ ദയനീയമായി 3-ം സ്ഥാനത്തേക്ക് മാറി. അതുകൊണ്ട് തൃശ്ശൂരിൽ 2ാം സ്ഥാനത്തിലോ 3-ാം സ്ഥാനത്തിലോ വേണ്ടി അവർ മത്സരിച്ചോടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. തൃശ്ശൂരിൽ നല്ല ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കും. അവിടെ ഇനി മുരളീധരൻ വേണ്ട, രാഹുൽ ഗാന്ധി തന്നെ വന്ന് മത്സരിച്ചോട്ടെ തൃശ്ശൂർ. അപ്പോൾ അറിയാലോ തൃശ്ശൂരിൽ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്. ഈ BJP-യിലേക്ക് പത്മജ വേണുഗോപാലിൻ്റെ ഒഴുക്കിന് ശേഷം ഇനി മറ്റ് നേതാക്കളെ കൂടി പ്രതീക്ഷിക്കാവോ? കാരണം കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളായാലും കോൺഗ്രസിൻ്റെ ഇനിയും നേതാക്കന്മാർ വരും. കാരണം കോൺഗ്രസ്സിന് രാജ്യത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ രാജ്യസഭയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഏതായാലും 400 സീറ്റ് കിട്ടും, ഞങ്ങളൊരു 40 സീറ്റിലെങ്കിലും ജയിച്ചോട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പ്രതീക്ഷ നഷ്ടപ്പെട്ട പാർട്ടിയിൽ ആരെങ്കിലും നിൽക്കുമോ? ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ വന്നു. പത്മജ വേണുഗോപാലിന് പുറകെ ഇനിയും ധാരാളം നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് വരും. തീർച്ചയായും, സംശയം എന്താ? കോൺഗ്രസ് നിന്ന് മാത്രമാണ് ഇനി ഉണ്ടാവുക, അല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം വരും. ഞങ്ങൾക്കങ്ങനെ ഇന്ന പാർട്ടിയൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ BJP-യിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ സാധാരണ ഉണ്ടാകുന്ന ഒരു സമീപനം
കോൺഗ്രസിൻ്റെ അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ CPM-ലേക്ക് പോകും, CPM-നകത്ത് അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു. ഈ പ്രാവശ്യം അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. അവർ BJP ഓപ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ധാരാളം CPM നേതാക്കന്മാരും വരാൻ തയ്യാറുണ്ട്. ത്രിപുരയിലും ബംഗാളിലൊക്കെ എത്രയോ CPM നേതാക്കന്മാർ BJP-യിൽ ചേർന്നു. കേരളത്തിനും മാറി നിൽക്കാൻ സാധിക്കില്ല. ഇനിയുള്ള ദിവസങ്ങൾ നമുക്കത് കാണാം. എന്തായാലും BJP-യിലേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് ഇനിയുള്ള ദിവസങ്ങളിലുണ്ടാകും. ഒപ്പം തന്നെ CPM നേതാക്കളടക്കമുള്ളവരും BJP-യിലേക്ക് വരുന്ന കാഴ്ച കാണാൻ സാധിക്കും എന്ന് പറയുന്നു. കൂടാതെ രാഹുൽ ഗാന്ധി വന്ന് തൃശ്ശൂരിൽ മത്സരിച്ചാലും സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്നൊരു അവകാശവാദമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശ് പറയുന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. MT രമേശ് തൻ്റെ പ്രതീക്ഷകൾ ഒക്കെ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR-നോട്. നമുക്ക് നോക്കാം അടുത്തതാരെന്ന്. വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീം പറയുന്നത്. K മുരളീധരനെ തൃശ്ശൂരിലേക്കും ഷാഫിയെ വടകരയിലേക്കും മാറ്റിയത് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ കളിയാണ്. വർഗീയതയ്ക്കും കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ ശബ്ദിക്കുന്നവരെയാണ് പാർലമെന്റിലേക്ക് അയക്കേണ്ടത്. അതിന് LDF ആണ് നല്ലതെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. കോഴിക്കോട് ഇത്തവണ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും എളമരം കരീം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെ കുറിച്ച് ചോദിക്കാം. കരീം, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ? ഇതുവരെ എന്തായാലും പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ നിലവിൽ താങ്കളാണുള്ളത്. നല്ല പ്രതീക്ഷയാണ്. തൊഴിലാളികളും ജനങ്ങളും വളരെ പ്രതീക്ഷയോടെയാണ് LDF-നെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് വലിയ വിജയമുണ്ടാവും. ഇത്തവണ കോഴിക്കോട് മണ്ഡലത്തിൽ ചരിത്രം മാറും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചരിത്രം തിരുത്തും. കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും പോകുന്ന MP ലോക്സഭയിലേക്ക് പോകുന്ന MP നിലവിലെ ലോക്സഭ MP ആയിരിക്കില്ല, നിലവിലെ രാജ്യസഭ MP ആയിരിക്കും. അതെ 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 തീർച്ചയായിട്ടും. അതാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരു പ്രതികരണത്തിൻ്റെ സ്വഭാവം. ജനങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും LDF ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ച എന്തായിരിക്കും? പ്രത്യേകിച്ച് സമീപകാലത്ത് പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം അടക്കമുള്ള കാര്യങ്ങൾക്കാണ് LDF ഈ ഒരു ഘട്ടത്തിൽ ഊന്നൽ നൽകുന്നതായി കാണുന്നത്. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, വർഗീയവൽക്കരണം, ഇതിനെതിരായി ശബ്ദിക്കാൻ കഴിയാവുന്ന ആളുകളാണ് പാർലമെൻറ്റിൽ പോകേണ്ടത്. അതാണ് പ്രശ്നം. പിന്നെ അതുപോലെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സാധിക്കണം. ഇപ്പോൾ വടകരയിൽ നിന്നും K മുരളീധരൻ തൃശ്ശൂരിൽ BJP എതിരിടാൻ പോകുന്നു എന്നൊരു പ്രതീതി കോൺഗ്രസിനുണ്ടാക്കാൻ സാധിക്കുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിനെ പോലൊരു യുവമുഖത്തെ കോൺഗ്രസിന് കൊണ്ടുവരുന്നു. ആ ഒരു മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതെല്ലാം കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ കളി. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. എന്തായാലും LDF പ്രധാനമായും ഉയർത്തുന്നത് BJP-യുടെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ പ്രചരണം തന്നെയായിരിക്കും. വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രചരണം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൊഴിലാളികൾക്കിടയിലേക്ക്. CITU-ലെ അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് രംഗത്ത് വന്ന നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെയാണ് കാണാനായി ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തു നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.